കർത്താവിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങൾ മഴക്കെടുതികളാലും പ്രകൃതിക്ഷോഭങ്ങളാലും നട്ടം തിരിയുകയാണ്. നമ്മുടെ ഈ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ മതിയാവില്ല. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യർ, വീടും സ്വത്തുവകകളും നഷ്ടപ്പെട്ടവർ, അക്ഷരാർത്ഥത്തിൽ ഭൗതിക ഭാഷയിൽ പറഞ്ഞാൽ അനാഥമാക്കപ്പെട്ട മനുഷ്യ ജീവിതങ്ങൾ. ഇവിടെയാണ് നമ്മൾ കാൽവരി കുരിശിൻ ചുവട്ടിലേക്ക് നോക്കേണ്ടത്. അതാ അവിടെ ഒരമ്മ ഈ ലോകത്തിൽ ആരും തുണയില്ലാതെ സ്വന്തം മടിയിൽ 33കാരനായ മകൻ്റെ ചേതനയേറ്റ ശരീരവുമായി രക്തക്കണ്ണീർ വാർക്കുന്നു. അമ്മേ, മാതാവേ, ഈ ഭൂമിയിൽ അനാഥമാക്കപ്പെട്ട അവസ്ഥ മറ്റാരേക്കാളും നന്നായി അറിഞ്ഞ അമ്മേ, പ്രകൃതിക്ഷോഭത്താൽ അനാഥമാക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞു മക്കളെ നിന്റെ വിമല ഹൃദയത്തോട് ചേർത്ത് നിന്റെ തിരുക്കുമാരൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, നീ വാർത്ത രക്തക്കണ്ണീരിൻ്റെ അനന്ത യോഗ്യതയാൽ ആ മക്കളെ ആശ്വസിപ്പിക്കുകയും ഭൗതികമായും ആത്മീയമായും അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുകയും ചെയ്യണമേ. കാനായിലെ കല്യാണ സമയത്ത് നീ ഇടപെട്ട അതേ വേഗതയിൽ തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കണമേ അമ്മേ. മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടുന്ന സകലർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകൃപയും നീതിയും നിറഞ്ഞ കർത്താവേ, പൂർവകാലങ്ങളിൽ മനുഷ്യരുടെ പാപം നിമിത്തം 8 പേർ ഒഴികെ ലോകം മുഴുവനെയും ജലപ്രളയത്തിൽ നശിപ്പിച്ച ശേഷം ഇനി ഇപ്രകാരം അതിനെ ഒരിക്കലും നശിപ്പിക്കുകയില്ലെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ജലപ്രളയത്താൽ ശിക്ഷിക്കപ്പെടുന്നതിന് ഞങ്ങൾ യോഗ്യരായിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് വെള്ളപ്പൊക്കം, മഴക്കെടുതി, പ്രകൃതിക്ഷോഭങ്ങൾ ഇവ ഇല്ലാതാക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ദൈവാനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനകൾ കേൾക്കുക. ഇത് പ്രചരിപ്പിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.